അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസി ഉബൈദ്. ഇന്ന് ഈദ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. അത് ഈദിൻ്റെ വ്ളോഗാണ്. അപ്പോൾ തലേ ദിവസം പെരുന്നാൾ രാവിൻ്റെ അന്ന് മുതലുള്ള ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഷംസി മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇട്ട് ഷംസി പോവാണ്. ഞാനും മൈലാഞ്ചി ഇട്ട്. ഞാൻ തലേ ദിവസം പെരുന്നാൾ രാവിലെ തലേ ദിവസം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളറൊക്കെ കിട്ടാനും പിന്നെ ഇവർ തലേ ദിവസം മൈലാഞ്ചി ഇടാൻ ഷംസി ഫൗമി ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസമോൾക്കൊക്കെ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നാൽ പിന്നെ എനിക്കും മൈലാഞ്ചി ഇടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മൈലാഞ്ചി ഇട്ട് ഫൗമി വന്നിട്ടുണ്ടായിരുന്നേ. ഫൗമീനെ പിന്നെ ഫൗമി പെട്ടെന്ന് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് വേഗം പോയി. ബുജേറിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫൗമി പോയി. ഇപ്പോൾ അതാ റിസമോൾക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷംസി പോകാൻ നിന്നപ്പോൾ പിന്നെ ഞാൻ ഷംസിനെ യാത്ര ആക്കിയെന്ന് പിന്നെ ബാക്കിയുള്ളത് നെസ്സി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ എല്ലാവരും പോയി. ഇത് പെരുന്നാൾ രാവിൻ്റെ തലേ ദിവസമാണ് മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തുള്ളത്. പെരുന്നാൾ രാവിൻ്റെ അന്നാണ് പിന്നെ ഞാനിത് കറിയൊക്കെ ഉണ്ടാക്കണം രാവിലേക്കുള്ളത്. അപ്പം നെസ്സി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്ന്. പിന്നെ നെസ്സി റിസമോൾക്ക് ഇങ്ങനെ കരച്ചിലും ഒക്കെ ആയപ്പോൾ പിന്നെ നെസ്സി പോയി. പിന്നെ ഞാനിതാ കറി വെക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു രാത്രി 2 മണി ആ ഒരു ടൈമൊക്കെ കഴിക്കണം കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നമ്മളെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയില്ല. നമ്മളെ അടുത്ത റൂമിലുള്ള 6 പേരും നമ്മൾ 10 പേരും അങ്ങനെ 16 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇക്കതാ ഷോപ്പിൽ നിന്ന് വന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇക്ക ഷോപ്പിൽ നിന്ന് വന്നത്. ഷോപ്പൊക്കെ അടച്ച് വന്ന് ഇക്ക അംസയും വന്നത്. അങ്ങനെ കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിസ്കാരമൊക്കെ തുടങ്ങും. 5:15 അങ്ങനെ എന്തായിരുന്നു നിസ്കാരം. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാനും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും നിസ്കരിക്കുകയാണ്. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഞാൻ ഒന്നിങ്ങനെ കിടന്നുറങ്ങി. കുറച്ചൊന്നും ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേന് തന്നെ ഇക്ക വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോഴത്തേനാണ് ഇക്ക വന്നത്. പിന്നെ അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ ഒരു പള്ളിയിലെ നിസ്കാരം പെട്ടെന്ന് ഇവിടെ നേരത്തെ ഉണ്ടാവില്ല. അങ്ങനെ ഇത്തവണ നിസ്കാരത്തിന് പോണ ആ ഒരു ടൈമിൽ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഇരുട്ടത്താണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചായക്കൊക്കെ. പൊറോട്ട ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കറി ചിക്കൻ കറി ഞാൻ കണ്ടല്ലോ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ വരാനും വേണ്ടി നിൽക്കുകയാണ്. അംസനോട് ഇക്ക പൊറോട്ട വാങ്ങിക്കൊണ്ട് ഇവിടെ നമ്മൾ അടുത്തുള്ള റംല ഹോട്ടലുണ്ടല്ലോ അവിടെയാണ് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അവിടുന്ന് വാങ്ങിക്കൊണ്ടേന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലേ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളേ. ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇക്കാൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ നമ്മൾ നെസ്റ്റോന്ന് എടുത്തതായിരുന്നു. നല്ല ഷർട്ടൊക്കെ ഇട്ടാൽ നല്ലൊരു മെറ്റീരിയൽ, നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആയാലോ, അപ്പോൾ ചൂടിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഷർട്ടിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇക്ക പറയണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വരും ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താളേന്ന് പറയണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിസ്കരിക്കാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ലേ കുറച്ച് നേരം. ഞാൻ 1 മണിക്കൂർ അതിന്റെ ഇടയ്ക്കില്ല. ഈദ് മുബാറക്ക്. ജാഫറല്ല അംസല്ലേ? മുബാറക്ക്. ഫസ്റ്റ് മീറ്റിംഗ് നേരത്തെ കിട്ടിയ അവരുടേത് കണ്ടിക്കണല്ലേ? അത് ശരി. അല്ലല്ല ബുജേർ ഇപ്പൊ പെരുന്നാളിനാ നെക്സ്റ്റ് ഒന്ന് അങ്ങനെ. വേഗം വന്ന് വേഗം വിചാരിച്ചില്ലേ? ഓനാണ് ഡ്യൂട്ടി
സിനിമാ നടിന്റെ മോനെ നടക്കിലാക്കി മോനെ കൈ പിടിക്കൈ എവിടെ ഉസൂന്റെ ആള് വരുന്നുണ്ട്. ഏയ് ജാഫറോ ജാഫറല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ജാഫറോടെ അവര് ഉസോ ഇപ്പൊ അതാ ഞങ്ങൾ 3 പേരും മൈലാഞ്ചി ഒക്കെ ഇട്ടത് എല്ലാതും നല്ല റെഡ് കളറും ഒക്കെ വന്നോന്നൊക്കെ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പൊ നസീം റിസമോളും ഇതാ വന്നിന്, ബാപ്പു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത റൂമിലുള്ള ദാസേട്ടനും അവരൊക്കെ തന്നെ എത്താനുള്ളായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ഇപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേന് ഇവർ എല്ലാം ഓരോന്ന് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ചായ ഒക്കെ കുടിക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നേ. ഇപ്പം റിസമോളും സെറുബേബിയും കൂടി ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് ഈദ് മുബാറൊക്കെ ചെയ്ത് മാഷാ അല്ലാ ഈദ് മുബാറൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതുപോലെയുള്ള നല്ല ഓരോ പരിപാടികളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് നമ്മളെ നാട് നല്ലപോലെ മിസ് ചെയ്യൂലേ. ഇപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ മോനും ഇല്ലല്ലോ, മോന് ബാംഗ്ലൂരാണ്. അപ്പം അവന് ഇത്തവണ നാട്ടിലേക്ക് വന്നിട്ടുമില്ല. ദിൽമോന് നാട്ടിലേക്ക് പോയിട്ടുമില്ല. എക്സാം ഒക്കെ ആവാനൊക്കെ ആയപ്പോൾ പിന്നെ അവന് പോണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് നാട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ അവനെ നല്ലപോലെ മിസ് ചെയ്യും. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇവർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു താത്താക്ക് ദിൽമോനെ മിസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ കേട്ടോ. സങ്കടം തന്നെയാണ്. ഇൻഷാ അല്ലാ അവനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റാത്തൊരവസരമാണ്, കൊണ്ടുവരണം ഇൻഷാ അല്ലാ. ഇപ്പോൾ ഇതാ സെറുബേബിയും റിസയും നല്ല രസമാണ് ഇവർ രണ്ടാളും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ. സെറുബേബി റിസമോളെ റിസ വിളിച്ചിട്ട് അങ്ങനെ നടക്കും. നല്ല രസമാണ് രണ്ടുപേരും കൂടി. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ ശരിക്കും നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കൂടലൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ തന്നെയല്ലേ ഇവിടുത്തെ ഒരു സന്തോഷം അല്ലേ. ഇപ്പോൾ അതാ എല്ലാവരും വരുന്നുണ്ട്. ദാസേട്ടന് ബാക്കിൽ ബുജൈറായിരുന്നു, പിന്നെ അതാ ഹക്കീം, ജലാലിക്ക, പിന്നെ അതിന് ബാക്കിലുള്ളത് മാഷ്, പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് ദാസേട്ടന്, ലാസ്റ്റുള്ളത് സിദ്ധാർത്ഥേട്ടന്. അപ്പോൾ ഇവർ 6 പേരാണ് നമ്മൾ അടുത്ത റൂമിലുള്ളത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. പിന്നെ വിഷുവിന് നമ്മൾ അവിടെ പോയി സദ്യയൊക്കെ കഴിച്ചതൊക്കെ ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇപ്പോൾ അതാ ചായക്ക് ഉള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കൽ അതൊക്കെ തന്നെയായിരുന്നു എല്ലാവരും. പിന്നെ എല്ലാവരും കൂടി കൂടിയ പിന്നെ അതാണല്ലോ അല്ലേ, എല്ലായിടത്തും ഇതൊക്കെ തന്നെയല്ലേ ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെ കുറേ പേര് അവിടെ റൂമിലിരുന്ന്, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ അങ്ങനെ ഹാളിലിരുന്ന്. താഴെ ഇവിടെ പിന്നെ എല്ലാവരും അങ്ങനെയല്ല, താഴെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കുക. താഴെ ഇരിക്കാൻ പറ്റാത്തവരങ്ങനെ സോഫയിലിരുന്ന് അങ്ങനെ കഴിച്ച് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇനി ഇവരെല്ലാവരും പോകണം. കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും പോയിക്കണത്. ഭയങ്കര സന്തോഷമായി. കുറേ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിഞ്ഞിപ്പോൾ എല്ലാവരും റൂമിൽ പോകാൻ നിൽക്കണം. ആരും ഉറങ്ങിയിട്ടില്ലല്ലോ തലേ ദിവസം. അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പിന്നെ വന്നത്. ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാനുള്ളത് വന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ പോയല്ലേ. ഞങ്ങളും പിന്നെ ഒന്ന് നല്ല കിടന്നുറങ്ങി. അംസൊക്കെ ഷോപ്പിൽ തന്നെ ആയിരുന്നല്ലോ, ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ അതിലിടയ്ക്ക് ഇതാ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ചായ കൂടി കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോ ആണിത്. അതിൻ്റെ മുന്നേ എല്ലാവരും കൂടി വന്ന് അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമതാണ് ഈ ഒരു ഫോട്ടോ. ഇപ്പോഴാണ് അപ്പോൾ എല്ലാവരും എത്തിയത്. എല്ലാവരും എത്തിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എല്ലാവരും ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് വന്നതിന് ശേഷം അപ്പോൾ ഇതിനിവിടെ ഫുഡൊക്കെ ജാഫറും അംസിയും ബുജൈറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. ഓർഡർ ചെയ്ത് കൊടുത്തുന്നവർ പോയി വാങ്ങിക്കൊണ്ടുവന്ന്. മട്ടൻ ബിരിയാണിയാണ്, പിന്നെ ചിക്കൻ ഫ്രൈ, അതിലൊരു തൈര്, അങ്ങനെ സലാഡ് ഉണ്ട്, പിന്നെ നല്ലൊരു അടിപൊളി നാരങ്ങ അച്ചാറുണ്ട്. പിന്നെ ഇവരിതാ 7up ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ.
പിന്നെ ഫൗമി നല്ലൊരു കിടില പായസം ഉണ്ടാക്കി. മാഷാഅല്ലാ സൂപ്പർ ടേസ്റ്റ്. ഞാൻ അന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ അടുത്ത റൂമിൽ നിന്ന് ജലാൽക്ക് ദാസേട്ടൻ്റെ ഒക്കെ റൂമിൽ നിന്ന് അവിടെ നിന്ന് ജലാൽക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്ര പേരുണ്ടെന്ന് അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവരും പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ. മാഷാഅല്ലാ സൂപ്പർ പായസം രണ്ടും. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടമായിട്ടില്ല. ഇനി മസാലയൊക്കെ നല്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബിരിയാണിയൊക്കെ നല്ല മസാല ഒക്കെ ആയിട്ടുള്ള നമ്മളെ നാട്ടിലെ കല്യാണ ബിരിയാണി ഇല്ലേ, അതുപോലെയുള്ള ബിരിയാണി ഇഷ്ടമാണ്. കുറേ പേർക്ക് ഇഷ്ടമായിട്ടില്ല. മസാല കൂടുതലുള്ള ബിരിയാണി കുറേ പേർക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ബിരിയാണി ഇഷ്ടമായിട്ടില്ല. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും നമുക്ക് ഇവിടെ തന്നെ കിടക്കാം, ഇനിയിപ്പോൾ റൂമിലൊന്നും പോകണ്ട, നമ്മൾ പുറത്ത് പോകാനുള്ളൊരു പ്ലാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷംസി ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇനി പുറത്ത് പോയിട്ട് ഇവിടെ കോർണിഷ് പുതിയ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അവിടെ പോയി ഫോട്ടോ എടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഉറങ്ങണ്ട, നമ്മൾ ഇവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഇരുന്ന് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ, എന്തായാലും എല്ലാവർക്കും ഉറക്കം വരുമല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും റൂമിലും പോയി കിടന്നുറങ്ങി എണീറ്റ് വന്ന് പിന്നെ ഒരു 5:30ക്കാണ് നമ്മൾ പുറത്ത് പോയി അവിടെ കോർണിഷിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ക്യാരിഫോറിലാണ് ഇത് കേട്ടോ. അവിടെ പോയി അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, ഊഞ്ഞാലടി പിന്നെ ഇങ്ങനെ കുട്ടികൾ കളിക്കണയിലൊക്കെ ഉണ്ട്, അതിലൊക്കെ നമ്മളെല്ലാവരും കയറി ഇരുന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം വീണ്ടും നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ച് വരികയാണ്. അപ്പോൾ ബുജേറിന് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അവർക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ പിന്നെ നേരം വൈകുന്നാൽ പിന്നെ നമ്മൾ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇന്നത്തെ ഈ ഒരു ഈദ് വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഒരു സർപ്രൈസ് വീഡിയോ തന്നെയാണ് കേട്ടോ അടുത്തത് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ പിന്നെ പെരുന്നാളുടെ അന്നത്തെ ഒരു ദിവസം മാത്രം രസമുള്ളൂ, പിന്നെ അത് കഴിഞ്ഞല്ലോ അല്ലേ. അന്നത്തെ ഒരു ലീവ് കഴിഞ്ഞാൽ പിന്നെ അതും കഴിഞ്ഞ്. നാട്ടിലാകുമ്പോൾ 2ാം പെരുന്നാളും 3ാം പെരുന്നാളും ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ എല്ലാ കുടുംബക്കാരെ വീട്ടിൽ പോവലും അങ്ങനെയൊക്കെയല്ലേ, നല്ല രസമാണല്ലോ. ഇവിടെ പിന്നെ ആ ഒരു 1ാം പെരുന്നാളോടുകൂടി ലീവും കഴിഞ്ഞ് അതിൻ്റെ ഒരു രസം കഴിഞ്ഞ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.